വലിയ വിലവർദ്ധനവാണ് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറുകളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 19 കിലോയുടെ കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾക്ക് 195.50 രൂപ കൂടിയിരിക്കുന്നു. അത് മാത്രമല്ല, കൊൽക്കത്തയിൽ ഈ സിലിണ്ടറുകൾക്ക് 218 രൂപ വില വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഹോട്ടലുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് വലിയ തോതിൽ ഹോട്ടലുകൾക്ക് തിരിച്ചടിയാകുന്ന സമയത്ത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഓൺലൈൻ വഴി ഈ ഭക്ഷണം ഡെലിവർ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്യുന്നവർക്ക് അടക്കം വലിയ തോതിൽ തിരിച്ചടിയാകുന്നതാണ്. അതായത് ഈ വില വർദ്ധിപ്പിക്കുമെന്ന കാര്യം തന്നെയാണ് അതിലുള്ളത്. ഇപ്പോൾ പുതുക്കിയ വില പ്രകാരം ഡൽഹിയിൽ 2078 രൂപയാണ് ഈ സിലിണ്ടറുകൾക്ക് വില. അത് കൊൽക്കത്തയിൽ 2208 രൂപയാണ്, മുംബൈയിൽ 2031 രൂപയാണ്, ചെന്നൈയിൽ 2246 രൂപയാണ്. ഈ മാസം തന്നെ, മാർച്ച് മാസത്തിൽ തന്നെ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നത്. ഇത് ഈ LPG പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തോതിൽ ഈ ക്രൂഡ് ഓയിലിന്റെയും അതുപോലെ തന്നെ ഇന്ധനത്തിന്റെ എല്ലാം തന്നെ വില വർദ്ധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക്, പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു വില വർധനവിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സാധന സാമഗ്രികളുടെ എല്ലാം തന്നെ വില വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനോടകം തന്നെ രാജ്യത്ത് ഉടനീളം വലിയ തോതിൽ ഈ LPG, കൊമേഴ്ഷ്യൽ LPGയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. അത് അലോട്ട് ചെയ്തത് ഓരോ സംസ്ഥാനങ്ങൾക്കും അതിന്റെ വിഹിതം നൽകുന്നത് 50 നിന്നും 70% കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ എല്ലാം ഡെലിവറി ലഭിക്കുന്നത് വളരെ വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ കരിഞ്ചന്തയിലടക്കം വലിയ തോതിൽ 10 മടങ്ങിലടക്കമാണ് ഇപ്പോൾ പലയിടത്തും സിലിണ്ടറുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിക്കൊണ്ട് ഇപ്പോൾ വില വർധനവ് കൂടി സംഭവിച്ചിരിക്കുന്നത്. ഈ ഗാർഹിക ഉപയോഗത്തിലുള്ള സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചിട്ടില്ല എന്നുള്ള ആശ്വാസം മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ ഒരു മാസം തന്നെ രണ്ടാമത്തെ തവണ ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ സിലിണ്ടറിന് മാത്രം വില വർദ്ധിക്കുന്ന സമയത്ത് അടുത്ത ദിവസങ്ങളിലും ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം അത് ദീർഘകാല അടിസ്ഥാനത്തിൽ പോവുകയാണെങ്കിൽ വില ഇനിയും വർദ്ധിക്കുമെന്നുള്ളൊരു ആശങ്ക തന്നെയാണ്, പേടി തന്നെയാണ് ഇപ്പോൾ രാജ്യത്തുടനീളം പരിഭ്രാന്തമായി വന്നിട്ടുള്ളത്.